എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇനി ഇവിടെ മഴയും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് പിന്നെ കുറച്ചൊരു ശരീരത്തിന് എന്തോ ഒരു മേൽവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് മേൽവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് പോയില്ല. ഇന്നലെ ഞങ്ങൾ ഫുൾ പുറത്തായിരുന്നു. അപ്പോൾ എന്താ പറയുന്നു, അതുകൊണ്ട് പുറത്തൊന്നും പോയില്ല. സാധനം മേടിക്കാൻ പോലും ഞാൻ ഓൺലൈനാണ് വാങ്ങിച്ചത്. ഇപ്പം 6 മണി ആകാറായപ്പോഴത്തേനും ഞാൻ എൻ്റെ ഡിന്നർ ഉണ്ടാക്കി. ഇന്ന് സൺഡേ ആയിട്ടും ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തു. കാരണം എന്താണെന്നറിയാം, കാരണം വിഷു തിങ്കളാഴ്ച അല്ലായിരുന്നു. വിഷുവിൻ്റെ പിറ്റേ ദിവസവും 2 ദിവസവും ഫ്ലോപ്പായിരുന്നു. കാരണം പായസം, ഉണ്ണിയപ്പം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അടിച്ചു കയറ്റി നല്ല രീതിയിൽ 2 ദിവസം ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നുള്ള ദിവസങ്ങളൊക്കെ കുറച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്നലെ പക്ഷേ എനിക്ക് പറ്റിയില്ല. ഇന്ന് ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേന് ലേറ്റായി. അപ്പോൾ ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത്. ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്യാറുമില്ല ഇപ്പോൾ ഫുഡ്, കാരണം സ്കിപ്പ് ചെയ്യുന്ന അത്ര ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ ഇന്നലത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി. ഇന്നലെ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചാണ്. വിഷുവിൻ്റെ പിറ്റേ ദിവസമൊക്കെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ കറക്റ്റായിട്ട് ഇത് ചെയ്തു. അപ്പം ഞാൻ എൻ്റെ ഫുഡ് കഴിച്ച് എൻ്റെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡിന്നർ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് ഒന്നുമില്ല. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒരു ഡിന്നർ കോംബോ ആണിത്. അപ്പം അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒന്നുമില്ല, ചപ്പാത്തിയും കുക്കുംബറും പിന്നെ ആ ഒരു എഗ്ഗിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അത് കണ്ടിട്ട് വരാം. അപ്പോഴത്തേനും ഞാൻ എൻ്റെ ഡിന്നർ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഒരു പാൻ എടുക്കുക, അത് ചൂടായതിന് ശേഷം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് സബോളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സബോള, ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ് ഇങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം ഉപയോഗിക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ സബോളയും ക്യാപ്സിക്കവും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വേറൊരു പച്ചക്കറിയും എടുക്കുന്നില്ല. പക്ഷെ ഇതിനകത്ത് എല്ലാ പച്ചക്കറിയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട, ഞാൻ ഒരു മുട്ട ഉപയോഗിക്കാറുള്ളത് കൊണ്ടാണ് ഒരു മുട്ട ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് 2 മുട്ട ഉപയോഗിക്കുന്നവരാണെങ്കിൽ 2 മുട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനത് കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, പച്ചമുളക് ചേർത്തിട്ടില്ല. എനിക്ക് കൂടുതൽ എരിവ് വേണ്ടാന്നൊരു തോന്നൽ ആ സമയത്ത് തോന്നി. അന്ന് എനിക്ക് എരിവ് കഴിക്കാനൊരു തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളകൊന്നും ചേർക്കാതെ ജസ്റ്റ് ആ ഒരു കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ഇനി കൂടുതൽ ചേർക്കാം, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഈ ഒരു രീതിക്കാണ് എടുത്തത്. പിന്നെ 2 ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു, അതും ഒന്ന് ചൂടാക്കി എടുത്തു. എന്നിട്ട് പിന്നെ കുക്കുംബറും ഞാൻ കുറച്ചെടുത്തു. അന്ന് ക്യാരറ്റ് ഞാൻ എടുത്തില്ല, എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ ഡിന്നറൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ ആവുന്ന. ഇപ്പോൾ 7 മണി ആകാറായി. ഇനി ശ്രീഹരിയുടെ ഡിന്നർ നമുക്കിന്ന് ഉണ്ടാക്കാം. ശ്രീഹരിക്ക് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എൻ്റെ കറിയായിട്ട് നമ്മുടെ ഇതില്ലേ, എൻ്റെ പേരെന്തുവാ, നമ്മുടെ ചെറുപയർ പരിപ്പില്ലേ, നമ്മൾ പരിപ്പും പപ്പടവും പരിപ്പ് ഉണ്ടാക്കുന്ന ആ പരിപ്പ് വെച്ച് ഒരു കറി. അപ്പം ആ കറി ഞാൻ ഇന്നത്തേക്ക് ഉണ്ടാക്കുന്നത്, ഞാൻ നാളെ രാത്രിയിലത്തേക്കും കൂടാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പം നാളെയും ദോശയുടെ കൂടോ അല്ലെങ്കിൽ എനിക്കും എടുക്കാം. അപ്പം ഞാനിത് നേരത്തെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ്. ഞാൻ വിചാരിച്ച ചപ്പാത്തിയും ആദ്യം ഞാൻ വിചാരിച്ച ചപ്പാത്തി ഈ കറിയും ആണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് ഓൾറെഡി ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു, ഉണ്ടാക്കിയ ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു. അതാണ് ഞാൻ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാഞ്ഞത്. അപ്പോൾ അതും ഈ കറി ഉണ്ടാക്കാനാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല. ഇവിടെ മഴയൊക്കെ ആയിട്ട് ഞാനൊരുമാതിരി ഇച്ചിരി മടിയും ഒരു മേലുവേദനയൊക്കെ ആയിട്ട് ഞാനതങ്ങ് വിട്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനൊരു എൻ്റെ ഡിന്നർ ഇങ്ങനെ തട്ടിക്കൂട്ടി. അപ്പം ശ്രീഹരിക്ക് ഞാൻ വിചാരിച്ചു ഈ ചെറുപയർ പരിപ്പ് കൊണ്ട് ഒരു കറി, അതിനകത്ത് കുറച്ച് പാലക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ പാലക്കും കൂടെ ഒക്കെ ഇട്ട് ഒരു കറി ഉണ്ടാക്കാൻ ചപ്പാത്തിയിലൂടെ. അപ്പം ഈ കറി തന്നെയാണ് ഞാൻ നാളെ വൈകുന്നേരം യൂസ് ചെയ്യുന്നത്. പിന്നെ നാളെ ഫുൾ വെജിറ്റേറിയൻ ആണ്. നാളത്തേക്ക് വേണ്ടിയിട്ട് എനിക്കങ്ങ് ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്ത് വെക്കാനില്ല. നാളത്തേക്ക് ഇച്ചിരി കുമ്പളങ്ങ ഓൾറെഡി അരിഞ്ഞ തിരിപ്പുണ്ട്, കുമ്പളങ്ങ. അപ്പം അതും പരിപ്പും കൂടെ ഒരു മുളകുശ്യം പോലെ ഒഴിച്ചേറി വെക്കാനാണ് നാളെ വിചാരിച്ചിരിക്കുന്നത്. പിന്നെന്താണ്, ചീര നാളെ രാവിലെ ഞാൻ ഓർഡർ ചെയ്തിരിക്കും. അപ്പം നാളെ രാവിലെ എത്തത്തുള്ളൂ. അപ്പം അത് ഞാൻ നാളെ രാവിലെ റെഡിയാക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടി വെച്ച്, മുളകുശ്യം, അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടിയും ചീരത്തോരനും പിന്നെ കുറച്ച് തൈരും കൂടെ എടുത്ത് നാളെ ഉച്ചയ്ക്ക് നാളത്തെ ലഞ്ച്
കൊടുത്തു വിടാനൊക്കെ ഞാൻ അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാളെ വെജിറ്റേറിയൻ ആണ്, കാരണം ഇന്നലെ ചിക്കൻ ഉണ്ടായിരുന്നു, ഇന്ന് മീനുണ്ടായിരുന്നു. അപ്പം മിനിങ്ങാന്ന് ചിക്കൻ ഉണ്ടായിരുന്നു. ആ ചിക്കൻ ഇന്നലെ രാത്രിയിൽ ബാക്കിയുള്ളത് അത് യൂസ് ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്ക് മീനുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി ഇന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒരുമാതിരി നോൺ വെജിലായിരുന്നു 2-3 ദിവസമായിട്ട് കിടന്ന് കളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നാളെ അങ്ങ് വെജിറ്റേറിയൻ ആക്കാം. അപ്പം നാളത്തേക്ക് അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ കട്ട് ചെയ്ത കുമ്പളങ്ങയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊലി കളയാതെ അവർ കട്ട് ചെയ്ത് തന്നെ. അപ്പം അതിൻ്റെ തൊലി കളഞ്ഞാതൊന്ന് കട്ട് ചെയ്ത് വെക്കണം. പിന്നെ അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടി വെക്കണം. പിന്നെ മെയിൻ ഒരു പരിപാടി എനിക്ക് ഇന്ന് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി ഉഴുന്നും റാഗി ഉഴുന്നും ഒക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അതൊക്കെ അരച്ച് വെക്കണം. അപ്പം നാളെ തിങ്കളാഴ്ചയല്ലേ, അപ്പം നാളെ അത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലത്തേക്ക് റെഡിയാവും. നാളെ അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ നാളത്തെ കുറച്ച് പ്രിപ്പറേഷൻസ്. അപ്പം ഒത്തിരി പ്രിപ്പറേഷൻസ് ഇല്ല, കാരണം ചീര പിന്നെ ഇതൊക്കെ അരിഞ്ഞ് വെച്ചാൽ നാളെ പെട്ടെന്ന് മുളകും പയറും മെഴുക്കുവരട്ടി ആവും. പിന്നെ ചീര കൊണ്ടുവന്ന് വൃത്തിയാക്കി ചീര തോരനും വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ തന്നെ എൻ്റെ പരിപാടികളൊക്കെ തീരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വേറെ മീനൊന്നും ഇല്ലല്ലോ, ഞാൻ മറ്റന്നാളെ മീൻ മേടിക്കുന്നുള്ളൂ. അപ്പം അതാണ് നാളത്തെ മെനു, അതാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ അപ്പം ഇന്ന് ആ പരിപ്പ് ചെറുപയർ പരിപ്പ് കറി വെച്ച് കഴിഞ്ഞാൽ നാളെ വൈകിട്ടത്തേക്ക് ഞാനത് എടുക്കും. അത് ഇപ്പം തന്നെ എടുത്ത് കുറച്ച് മാറ്റിയങ്ങ് വെച്ച് ആറിച്ചങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ വൈകിട്ട് ഞാനതങ്ങ് എടുക്കും. അപ്പം നമുക്കത് ഉണ്ടാക്കാം. അപ്പം ഇന്ന് നമുക്ക് മെയിനായിട്ടും അത് ഉണ്ടാക്കാം. അത് നല്ലൊരു കറിയാണ്. നല്ലൊരു കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഒരു 1 pot കറിയാണ്. വയറ്റിലെ കാര്യങ്ങളൊന്നുമില്ല, എളുപ്പമായിട്ട് ഉണ്ടാക്കാം. അതും പാലക്കും കൂടെ വരുമ്പോഴത്തേനും ശരീരത്തിനും ഒക്കെ നല്ലൊരു കറി. മീൻസ് പരിപ്പും ഇലയെല്ലാം കൂടെ ആകുമ്പോൾ ഒരു നല്ല ഒരു ഇതാണ്. അപ്പോൾ പ്രോട്ടീനും ഉണ്ട്, എല്ലാം ഉള്ള ഒരു കറി. അപ്പം അത് ഞാൻ ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കും. ആ ചെറുപയർ പരിപ്പ് വെച്ചുള്ള ഒരു കറി ചപ്പാത്തിയുടെ കൂടെ നമുക്കത് ഉണ്ടാക്കാം. രാത്രി ആയതുകൊണ്ട് കുറച്ച് വെട്ടക്കുറവ് കാണും. ഞാനുണ്ടല്ലോ പരിപ്പ് നമ്മുടെ ചെറുപയർ പരിപ്പ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം ഒരു സബോള, ഒരു തക്കാളി, ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ 2-3 എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇത്രയും ചേർത്ത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അത് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പാലക്കും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചൊക്കെ എടുക്കാം. ഇപ്പോഴേ പാലക്ക് ചേർക്കണ്ട, ഇത് വെന്ത് കഴിഞ്ഞിട്ട് പാലക്ക് ചേർത്താൽ മതി. അപ്പം സബോള ഒന്നും അത്ര വലിയ നൈസായിട്ടൊന്നും അരിയേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് അരിഞ്ഞു കൊടുത്താൽ മതി. ഇത് ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഈ സംഭവം. ഈ ചെറുപയർ പരിപ്പും ഒക്കെ കൂടുള്ള ഈ ഒരു കറി. ഒത്തിരി അങ്ങ് ഘനം കുറച്ച് അരിയേണ്ട കാരണം കുക്കറിൽ ഇതെല്ലാം വേകുന്നതല്ലേ. അപ്പൊ സബോള ഇട്ടു, ഒരു സബോള ഞാൻ ഇട്ടു, പിന്നെ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതലാണ് വെക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ നാളെ രാത്രിയിലും ഇത് തന്നെയാണ് ഡിന്നറിന് എടുക്കുന്നത്. ഇതിപ്പം കുറച്ച് ശ്രീഹരിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളത് ഞാൻ എടുത്തു വെച്ചിട്ട് ബാക്കി ഞാൻ ഫാനിൻ്റെ കീഴിൽ കൊണ്ടുവച്ചിട്ട് അത് നല്ലപോലെ ആറി കഴിയുമ്പോൾ കിടക്കുന്നതിന് മുമ്പ് എടുത്തങ്ങ് ഫ്രിഡ്ജിനകത്ത് വെക്കും. അപ്പം നാളെ രാത്രിയിൽ ഞങ്ങൾക്ക് ഡിന്നറിൻ്റെ കൂടെ എടുക്കാം. ഇത് ദോശയുടെ കൂടെയൊക്കെ കൂട്ടും ഞങ്ങൾ. അല്ല ചപ്പാത്തി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയും കൂട്ടാം. വൈറ്റ് റൈസിൻ്റെ കൂടെ ഒക്കെ ഇത് നല്ല ചേർച്ചയായിരിക്കും. ആക്ച്വലി നമ്മുടെ മറ്റേ മുളകുശ്യം കഴിക്കുന്ന പോലെ തന്നെ വെക്കുന്ന പോലെയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ, പരിപ്പ് നമ്മൾ കഴിക്കത്തില്ല അതുപോലെ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. ചോറിൻ്റെ കൂടെ ഇത് ഞങ്ങൾ അങ്ങനെ എടുക്കാറില്ല. ഇതെപ്പോഴും ദോശ, ചപ്പാത്തി അതിൻ്റെയൊക്കെ കൂടാണ് എടുക്കുന്നത്. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മുടെ വെളുത്തുള്ളി, പിന്നെ എരിവിനൊരു 3 പച്ചമുളക്. ഇത് എരിവുള്ള പച്ചമുളകാണ്, അപ്പം 3 തന്നെ ഇതായിരിക്കും. പിന്നെ ഇതിനകത്ത് അങ്ങനെ മുളക് പൊടി, മല്ലിപ്പൊടി, ഈ വക ഐറ്റംസ് ഒന്നും ചേർക്കത്തില്ല. ചേർക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വെക്കുമ്പം ഇങ്ങനെ അങ്ങനെ മസാലപ്പൊടികൾ വലുതായിട്ട് യൂസ് ചെയ്യാതെയാണ് വെക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഉപ്പ്,
ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെക്കാം. ഞാൻ അടച്ചു വെച്ചാൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്നാകട്ടെ. ഇനി നമുക്ക് പോയി ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെക്കാം. ചപ്പാത്തിക്കുള്ള മാവും ഒക്കെ കുഴച്ച് ചപ്പാത്തിയൊക്കെ ചൂടാം. എന്നിട്ട് ഞാനിനിയും ചപ്പാത്തി ചുട്ടി കറി റെഡി ആക്കിയിട്ട് ഞാൻ നാളത്തേക്കുള്ള പരിപാടികൾ ഇന്ന് ചെയ്യുന്നുള്ളൂ. കാരണം വലിയൊരു പരിപാടി ഇല്ല, വലിയതായിട്ട് ഞാൻ പറഞ്ഞില്ലേ തീർക്കാനില്ല, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വേസ്റ്റൊക്കെ കളയട്ടെ. ഹായ്, അപ്പം ഞാൻ എൻ്റെ പ്ലാനൊക്കെ ഒന്ന് മാറ്റി ചപ്പാത്തി മാറ്റിയത് ഗോതമ്പ് ദോശയാക്കി. കാരണം എനിക്കൊരു സുഖം തോന്നുന്നില്ല പണിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എനിക്ക് അരി ഉഴുന്ന് ഇതെല്ലാം അരയ്ക്കുകയും ചെയ്യണം. അതുകൊണ്ട് ശ്രീഹരിക്ക് ഗോതമ്പ് ദോശയും ഈ കറി നല്ല കോമ്പിനേഷനാണ്. ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ടുള്ള കോമ്പിനേഷനാണ്. ശ്രീഹരിക്ക് അത്ര വെറുപ്പായിട്ടില്ല ഗോതമ്പ് ദോശയോടെ. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഗോതമ്പ് ദോശ അങ്ങോട്ട്, പണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു, ഇപ്പം എനിക്ക് വലിയ ഇതില്ല. ശ്രീഹരിക്ക് അത്രയും അങ്ങോട്ട് വെറുപ്പായിട്ടില്ല. അപ്പം ഗോതമ്പ് ദോശ മതി എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ചപ്പാത്തി ഓൾറെഡി ചുട്ടതാണ് ഇരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതേ ഉള്ളൂ. 2 ഇരിപ്പുണ്ടായിരുന്നു, ബാക്കിയൊന്ന് രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയൊന്ന് 2 ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഇന്ന് പിന്നെ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാനും എന്തോ ഒരു സുഖം തോന്നുന്നില്ല. ഒരു മേലുവേദന പോലെ. ഇനി പനിയുടെ വല്ല ആരംഭമാണോ എന്ന് എനിക്കറിയത്തില്ല, പനി വരാൻ പോവാണോ എന്നും എനിക്കറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അത് ഗോതമ്പ് ദോശയും ഈ കറി ആക്കി. പിന്നെന്താണ്, അപ്പം ഇനിയിപ്പം ഇത് അടിച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ വിസിൽ തുറന്ന് നമുക്ക് കുറച്ച് പാലൊക്കെ ഞാനിവിടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അതിനകത്തേക്ക് അരിഞ്ഞങ്ങ് ചേർക്കുക. വേണമെങ്കിൽ നമുക്ക് ഈ ഗോതമ്പ് ദോശയുടെ മാവിനകത്ത് കുറച്ച് പാലൊക്കെ ചേർക്കാം. പാലക്കിലും നല്ലത് ഞാൻ ഇനി എടുക്കുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും. നമ്മുടെ ഉലുവേലയില്ലേ, ഉലുവേല ഞാൻ ഇടയ്ക്ക് ഇവിടെ മേടിക്കും. ഇന്ന് ഞാൻ ഉലുവേല മേടിക്കണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഈ ഉലുവേല വൃത്തിയാക്കാൻ ഭയങ്കര പാടാണ്. കുഞ്ഞിലയാണ് താനും, അതിനകത്ത് ഒത്തിരി ഇതൊക്കെ മറ്റേതിനേക്കാളും ഭയങ്കര പാടാണ്. അപ്പം ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഉലുവേല വാങ്ങിക്കുന്നില്ല. ഞാൻ ഉലുവേലയെ കൊണ്ട് ചപ്പാത്തിക്കകത്തും ഈ ദോശക്കകത്തും ഒക്കെ ഉലുവേല ചേർത്തെടുക്കുമായിരുന്നു നേരത്തെ, കുറച്ച് നാൾ മുമ്പ് വരെ. പക്ഷെ ഇപ്പം ആ ഒരു മടി, അത് കാണുമ്പോൾ എനിക്ക് ആ ഒരു മടി കയറുമ്പോഴത്തേനും പിന്നെ ഞാൻ മേടിക്കത്തില്ല. പക്ഷെ ഇനിയിപ്പം മേടിച്ച് ഞാൻ മറ്റേ മേത്തി ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പി വീഡിയോ ഇടണം ഒരു ദിവസം. എനിക്ക് ഈ മേത്തി ലീവ്സ് ഉലുവേല കൊണ്ട് അത് നല്ലതാണ്, അതും ശരീരത്തിന് നല്ലൊരു കാര്യമാണ് ഈ ഉലുവേല കൊണ്ടുള്ള സംഭവം. അതിവിടെ കിട്ടും, ഇവിടെ ഇഷ്ടം പോലെ കിട്ടും. പുറത്തുനിന്ന് മേടിച്ചാൽ ഓൺലൈനിൽ വാങ്ങിച്ചാൽ പിന്നെയും കുറവായിരിക്കും. എന്നാലും അതിനകത്ത് ഒത്തിരി അഴുക്കുമ്പോഴും വൃത്തിയാക്കാൻ നമുക്ക് കുറേ നേരം വേണം. അത് ഓർത്തിട്ട് ഇന്ന് എനിക്ക് വയ്യായിരുന്നത് മേടിക്കണം. അല്ലെങ്കിൽ ആദ്യം ഇത് ഞാനൊരു ഉച്ച സമയത്തൊക്കെ വിചാരിച്ചത് ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ മേത്തി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു, മേത്തി ലീവ്സ് കൊണ്ട്. പക്ഷെ നടന്നില്ല. പിന്നെ ഒരു ദിവസം ഞാൻ അത് ഓർത്ത് ഞാൻ അതിൻ്റെ മേത്തി കൊണ്ടുള്ള ചപ്പാത്തി ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരിടയ്ക്ക് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുമായിരുന്നു കുറച്ച് നാൾ മുമ്പൊക്കെ. പക്ഷെ ഞാൻ ഇപ്പോഴും ഞാനത് വീഡിയോ അങ്ങോട്ട് എടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല, അതെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ പാലക്കിൻ്റെ ഇല മുറിച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പയറാകുന്ന വരെ ഞാൻ വിചാരിച്ചു ദോശ ചുട്ട് തുടങ്ങാം. ദോശ ചുടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ നാളത്തെ പരിപാടികളുണ്ടല്ലോ, നാളത്തേക്കുള്ള പയറ് അരിഞ്ഞിടണം. പിന്നെ കുറച്ച് പച്ചമുളക് ഞാൻ തീർന്നായിരുന്നു, അപ്പം അത് ഞാനെല്ലാം കഴുകി വെള്ളം വലം വെച്ചിരിക്കുകയാണ്. അതൊന്ന് എല്ലാം റെഡിയാക്കി മീൻസ് പച്ചമുളകൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അപ്പം അതൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് ആ പരിപാടികളൊക്കെ ചെയ്യാം. ഇന്ന് എന്തായിരുന്നു പറയില്ല,
ഒത്തിരി ഒരുക്കങ്ങളൊന്നും നാളത്തേക്കില്ല. നാളെ വെജൊക്കെ ആയതുകൊണ്ടും പിന്നെ ഇന്ന് ഉണ്ട് എനിക്കൊരു പണി, എക്സ്ട്രാ പണി ആക്ച്വലി ഇന്ന് എക്സ്ട്രാ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇന്നത്തെ ദിവസം ഞാൻ അവിടെ പോയി ചീര വാങ്ങിക്കണതാണ്. അവിടെ പോയി പുറത്ത് പോയി ചീര വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് നല്ല പണിയാണ് എന്നെ. അതല്ല, ഇപ്പൊ നാളെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുന്നതുകൊണ്ട് അത് കുറച്ച് വൃത്തിയായിരിക്കും. അത് പിന്നെ കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പം നമുക്ക് പതുക്കെ ഗോതമ്പ് ദോശ ചുട്ട് തുടങ്ങാം. ഗോതമ്പ് ദോശ ഇഷ്ടമല്ലാത്ത ഒത്തിരി പേര് കാണും. ഗോതമ്പ് ദോശ ഇഷ്ടമല്ലത് എനിക്ക് എന്താന്ന് എനിക്കറിയത്തില്ല. പണ്ട് കുറച്ച് നാൾ, ഒരു 2-3 മാസം മുമ്പ് വരെ എനിക്ക് ഇതിനോട് വലിയൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഈ അടുത്തിടയ്ക്കായിട്ട് എനിക്കിതങ്ങോട്ട് പറ്റുന്നില്ല. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യും ബട്ടറും ഒന്നൊക്കെ കുറച്ച് കഴിച്ചെന്ന് വിചാരിച്ചു ഒരു സ്വല്പം ഇപ്പം ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു 2 തുള്ളി ചേർത്ത് കൊടുക്കുക. ചപ്പാത്തി ഉണ്ടാക്കുമ്പം ഒക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ മറ്റേ സൺഫ്ലവർ ഓയിലും മറ്റുള്ള ഓയിലുകളെക്കാട്ടിലും, വെജിറ്റബിൾ ഓയിലൊക്കെ ഇല്ല, അതിനെക്കാട്ടിലും ഒക്കെ നല്ലത് കുറച്ച് നെയ്യും ബട്ടറും ആണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതൊരു ഒത്തിരി എന്ന് വെച്ചാൽ നെയ്യിലങ്ങ് കുളിപ്പിച്ച് കിടത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്. അത് കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ വലിയൊരു പ്രശ്നം, കൊളസ്ട്രോളും കാര്യങ്ങളൊന്നും ഇല്ലാത്തവര്, നോർമലായ ഒരു വ്യക്തിശാലം നെയ്യ് ചേർത്ത് ഇത് ചെയ്തുകൊണ്ടും, ഇപ്പം ഡയറ്റ് നോക്കുന്നവരാണെങ്കിൽ തന്നെ ഇപ്പം ഞാൻ ഇന്ന് കുറച്ച് ബട്ടറാണ് യൂസ് ചെയ്തത്. അതൊരു ടേസ്റ്റുമാണ്, അത് നല്ല ഫാറ്റുമാണ്. നമ്മുടെ കുറച്ച് ബട്ടർ. അതുപോലെ ഞാൻ ദോശ ആണെങ്കിലും 2 ദോശ കഴിക്കുമ്പോഴും ഞാൻ 2 തുള്ളി നെയ്യ് ചേർക്കും. ചപ്പാത്തിക്കകത്ത് ഞാനിപ്പോൾ ഇങ്ങനെ ചേർക്കും. അപ്പം ഞാൻ കഴിക്കുമ്പോൾ 2 ചപ്പാത്തിയല്ല ഞാൻ കഴിക്കുന്നുള്ളൂ. അതെന്ന് വിചാരിച്ച് അതങ്ങ് അങ്ങനെ അങ്ങ് വണ്ണം വെക്കത്തില്ല. അങ്ങനെ ചേർത്തു എന്ന് വിചാരിച്ച് അങ്ങനെ വണ്ണം വെക്കാനൊന്നും പോകുന്നൊന്നുമില്ല. പ്രത്യേകിച്ച് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുമ്പോൾ, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ എപ്പോഴും പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്ത് കഴിക്കുന്നു എന്നതിലുപരി എപ്പോൾ കഴിക്കുന്നു എന്നതിലാണ് അതിന്റെ കാര്യം ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കണം, അത് വേറൊരു കാര്യം. എന്ന് വെച്ച് എന്തും അങ്ങ് വലിച്ചു വാരി ആ സമയത്ത് കഴിക്കില്ല. അപ്പം ഇതിന്റെ പ്രഷർ പോയിരിക്കുകയാണ്. ഇനി നമുക്കിത് എന്താ ചെയ്യാം, ഇതിനകത്തേക്ക് നമുക്ക് ഈ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലേലും ഗോതമ്പ് ദോശയും നമ്മുടെ ഇതിപ്പോ ചെറുപയർ പരിപ്പാണ്, അതല്ലാതെ ചെറുപയർ കറി ഇല്ലേ, നമ്മുടെ പുട്ടിനൊക്കെ കൂട്ടുന്ന ചെറുപയർ കറി, അതും ഗോതമ്പ് ദോശ നല്ല കോമ്പിനേഷനാണ്. അതിവിടെ ഇഷ്ടമുള്ള ശ്രീഹരിക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് അതും ഗോതമ്പ് ദോശ. ഇത് അതിന് പകരം ചെറുപയർ കറി ഞാൻ തേങ്ങ അരയ്ക്കുന്നില്ലെന്നേ ഉള്ളൂ. തേങ്ങ അരയ്ക്കുന്നില്ല, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ചേർക്കുന്നുണ്ട്. ഒക്കെ ശരീരത്തിന് നല്ല. ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഇതൊക്കെ അങ്ങ് ചെല്ലും. ഈ സൈഡായിട്ട് ഈ പ്രത്യേകിച്ച് പാലക്ക് ഇവിടെ തോരൻ വെക്കുന്നത് വലിയ ഇഷ്ടമില്ല. തോരൻ വെക്കുന്നതിന് പരിപ്പും പാലക്കും കൂടി തോരൻ വെച്ചാൽ പിന്നെയും കൂട്ടും. അല്ലെങ്കിൽ പാലക്ക് എന്താ പറയുന്നത്, ഇങ്ങനെയൊക്കെ ആക്കുന്നതാണ്, കറികളാക്കുന്നതാണ്. തോരനും ഒന്നും പാലക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്കും വലിയ ഇഷ്ടമില്ല. പാലക്ക് വെച്ച് കഴിഞ്ഞാൽ പച്ചച്ചീരയല്ല, ഈ പാലക്കെന്ന് പറഞ്ഞ സംഭവം വെച്ച് കഴിഞ്ഞാൽ എനിക്കും വലിയ ഇഷ്ടമല്ല. ശ്രീഹരിക്കും എന്താണെന്ന് അറിയത്തില്ല, പാലക്ക് തോരൻ നമ്മുടെ നാടൻ രീതി തോരൻ വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഇതുപോലൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കും. ഇങ്ങനെയുള്ള കറി ഇതല്ലെങ്കിൽ ഇതിപ്പം ഞാൻ ചെറുപയർ പരിപ്പ്, അതല്ലാതെ നമ്മുടെ പരിപ്പും ചീരയും കൂടെയുള്ള തേങ്ങ അരച്ച കറി ചോറിൻ്റെ കൂടെ ഒഴിക്കാൻ അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കും. പക്ഷെ തോരൻ വെച്ച് കഴിഞ്ഞാൽ എന്തോ, ചിലപ്പോൾ ഞാൻ പരിപ്പും പാലക്കും കൂടെ തോരൻ വെക്കും. ഞാൻ കാണിച്ചിട്ടുമുണ്ട്. പക്ഷെ അതിലും ഇഷ്ടം മറ്റേ പച്ചച്ചീരയും പരിപ്പും കൂടെ തോരൻ വെക്കുന്നതാണ്. അപ്പം ഇതിനിയും തിളച്ച് എന്താ പറയുന്നത്,
ഇനി പാലൊക്കെ വേകട്ടെ. ഇനിയും എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചമുളക് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പച്ചമുളകിൻ്റെ തണ്ട് കളഞ്ഞിട്ട് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ പച്ചമുളക് പെട്ടെന്ന് ചീത്തയായി പോവും. തണ്ട് കളഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ഈ പച്ചമുളക് ചീത്തയാവത്തില്ല, ഫ്രഷ് ആയിട്ടിരിക്കും നല്ലതായിട്ട്. അകത്തിങ്ങനെ കറുത്ത ഒരു സംഭവമില്ലേ, ഈ പച്ചമുളക് പഴകി കഴിയുമ്പോഴത്തേനും അകത്തൊരു കറുത്ത എന്തോ കറുപ്പാകത്തില്ല ഇതിൻ്റെ അരിയൊക്കെ, അങ്ങനെയൊന്നും ആകത്തില്ല. കുറേ നാൾ നല്ലതായിട്ട് തന്നെ ഇരിക്കും. കറി ഇവിടെ ഏകദേശമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ പാലക്ക് നല്ലതായിട്ട് വെന്ത് വരട്ടെ. കുറച്ചു നേരം പിടിക്കുമ്പോഴത്തേനും വെന്ത് വന്നോളൂ. പെട്ടെന്ന് വേകുമല്ലോ ഇത്. ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടി എടുത്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് ഇത് കട്ട കുത്തും. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപയർ പരിപ്പൊക്കെ പെട്ടെന്ന് കട്ട കുത്തും. അതുകൊണ്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ ഒഴിക്കുക ആ വക പരിപാടി ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ശകലം നെയ്യ് ഒഴിക്കുക, അത് മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ വേറൊരു പരിപാടി ഞാൻ ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ താളിച്ചൊക്കെ ഇടാം, പക്ഷെ ഞാൻ ഇനിയിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി. പരിപ്പൊക്കെ ആയതുകൊണ്ട് പരിപ്പിൻ്റെ കൂടെ എപ്പോഴും ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിപ്പില്ലേ, എന്തിൻ്റെ പേര്, ചെറുപയർ പരിപ്പിൻ്റെ കൂടെ നെയ്യ് നമ്മൾ കൂട്ടും. അപ്പം അതുകൊണ്ട് കുറച്ച് നെയ്യ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം. ഞാൻ ദോശ ഇതിൻ്റെ കൂട്ടത്തിൽ ചൂടുന്നുണ്ട്, അതാണ് ഈ ശബ്ദം. പച്ച വെളിച്ചെണ്ണയും ഇതിൻ്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുക. ഈ പരിപാടികൾ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. പിന്നെ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് ഉപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുക. അതൊക്കെ ഇനിയിപ്പോൾ ഞാൻ നോക്കുന്നില്ല, ശ്രീഹരി നോക്കിക്കോളും. അപ്പം ഞാൻ ഇവിടെ നമ്മുടെ കറി റെഡിയായി. ഇനി ഞാനിപ്പോഴേ കുറച്ച് അങ്ങ് മാറ്റി വെക്കുകയാണ് നാളത്തേക്കുള്ളത്. അപ്പം നാളെ വൈകിട്ട് ഞങ്ങൾ 2 പേരും ദോശയുടെ കൂടെ ആയിരിക്കും ഈ കറി എടുക്കുന്നത്. നാളെ കാരണം ചപ്പാത്തി ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല. നാളെ ശ്രീഹരി റാഗി ദോശ, എനിക്ക് അരി ഉഴുന്നും അരച്ച ദോശ ആയിരിക്കണം. അങ്ങനെയാണ് തിങ്കളാഴ്ച ദിവസത്തെ ഇവിടുത്തെ പതിവ്. അപ്പോൾ ഇങ്ങനെ കറി ഉണ്ടാക്കുക. ഈ കറി അല്ലെങ്കിൽ കടലക്കറി, വെള്ളക്കടലക്കറി, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഗ്രീൻ പീസ് കറി, ഇതൊക്കെ ആയിരിക്കും മിക്കവാറും ഞാനിങ്ങനെ തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരത്തേക്കുള്ള ഡിന്നറിനും കൂടെ ഞാനത് ഉണ്ടാക്കും. കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ചൂട്. അപ്പം ഇപ്പം ഞാനിത് ഇപ്പം ഞാൻ കുറച്ച് നാളത്തേക്കുള്ള, നാളെ ഞങ്ങൾക്ക് 2 പേർക്കും വേണം. ഇപ്പം ശ്രീഹരിക്ക് വേണ്ടത് മാത്രം എടുത്താൽ മതി. അപ്പം ഇതൊന്ന് ആറിച്ചെടുക്കണം. അത് ഞാൻ ആറാൻ ഇപ്പം ചെറുതായിട്ടൊന്ന് അടച്ച് ഇത് ഫാനിൻ്റെ കീഴിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കണം. വിചാരിച്ച ഞാൻ പച്ചമുളക് സൂക്ഷിക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് പാത്രമാണ്. ഒരു ഗ്ലാസിൻ്റെ പാത്രമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പം അതിലൊരു ടിഷ്യൂ പേപ്പർ വയ്ക്കുക, കഴുകി വൃത്തിയാക്കി ഞെട്ട് കളഞ്ഞ് വെള്ളമൊക്കെ ഒപ്പിയെടുത്ത പച്ചമുളക് അതിനകത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ടിഷ്യൂ പേപ്പറും വെച്ച് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ പണികളൊക്കെ തീർന്നു. ഇതിനിടയ്ക്ക് എനിക്ക് പെട്ടെന്ന് തീർക്കാൻ അങ്ങ് തോന്നി, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നൊന്നും ഇല്ലായിരുന്നു. ഞാൻ കുമ്പളങ്ങയും മറ്റേതൊക്കെ അരിഞ്ഞ് നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. അരി ഉഴുന്ന് അരച്ച് റാഗിയും ഒക്കെ വെച്ചു. നമ്മുടെ ഇതിൻ്റെ പേര് ദോശയുടെ അരി ഉഴുന്നും ദോശയുടെ മാവും റാഗി മാവും ഒക്കെ അരച്ച് വെച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ എന്താ പറയുന്നത്, എന്തോ ഒരു വയ്യാഴി ഇന്നിങ്ങനെ കിടന്ന്, അതുകൊണ്ടൊരു എനർജി കിട്ടുന്നില്ല. ഈ കിടന്നിങ്ങനെ കളിക്കുന്നു, അതുകൊണ്ടാണ് ഒരു പ്രശ്നം. അല്ലായിരുന്നെങ്കിൽ ഇന്ന് കുറച്ചുകൂടെ നല്ല ഒരു രീതിയിൽ എടുക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചാണ്, പക്ഷെ അതുപോലെ നടന്നില്ല.
അപ്പോൾ പിന്നെ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളത്തേക്ക് ഞാൻ ഇന്ന് നോൺ വെജ് ഒന്നും മീൻ ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചക്കത്തേക്ക് ഞാൻ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ചിക്കൻ വാങ്ങിച്ചു. സാധാരണ ശനിയോ ഞായറോ ചിക്കൻ വാങ്ങിക്കുകയാണെങ്കിൽ ഇത് വെള്ളിയാഴ്ച തന്നെ വാങ്ങിച്ചു. അതുകൊണ്ട് വെള്ളിയും ഞാൻ അന്നൊന്നും എന്തോ വീഡിയോ എടുത്തില്ല. ഞാൻ ആ ചിക്കൻ കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഈസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതല്ലാതെ എന്താ പറയുന്നത്, അന്നൊന്നും എന്തായിരുന്നു എനിക്ക് വീഡിയോ എടുത്തില്ല. പിന്നെ പുറത്തു പോയി ശനിയാഴ്ച ബാൽഭവനിൽ പോയില്ലേ, അത് അവിടെ കുറേ നടക്കുകയും ക്യൂ കുറേ നേരം നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ടൊരു നീരിളക്കം പോലെ, ഒരു വിയർപ്പ് താന്നൊരു അങ്ങനെ ഒരു ചെറുതായിട്ട് അവിടെ എവിടെയോ പനി വരാൻ പോകുന്ന പോലൊരു ഫീല്. അതുകൊണ്ടാണെന്ന് തോന്നിയ ഒരു ഉന്മേഷക്കുറവുണ്ട് ഇന്ന് രാവിലെയും ഉച്ചയ്ക്കൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഇന്ന് അങ്ങോട്ട് ശരിയല്ല. ഇന്ന് ഞങ്ങൾ പുറത്ത് പോകണമെന്ന് വിചാരിച്ചാണ് ഉച്ച കഴിഞ്ഞ്. പക്ഷെ ഇന്ന് ഫുൾ മഴയും ഒരു ഇടിമഴ, ഒരു ബഹളം. ഇന്ന് രാവിലെ കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരു ഉച്ച ആകാൻ തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര മൂടിക്കെട്ടി ഇടയ്ക്ക് മഴ പെയ്യും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് വയ്യായിരുന്നു. എനിക്ക് പുറത്ത് പോയി സാധനം മേടിക്കാൻ പോലും ഉള്ള ഒരു ഇതില്ലായിരുന്നു ഇന്ന്. അങ്ങനെയായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുത്തണം വരെ താങ്ക് യു സോ മച്ച്.